ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ MBT ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ MBT ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ മെലാനിൻ കളേഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വിചാരിച്ചാൽ സ്കിന്നിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വൈറ്റ് പാച്ചസ് കാണുന്നില്ല, വിറ്റ്ലിഗോ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ MBT ട്രീറ്റ്മെന്റ് ആണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് നമ്മുടെ സ്കിന്നിലേക്ക് അടിച്ച് കയറ്റിയതിനു ശേഷം നമ്മുടെ സാധാരണ സ്കിൻ ടോൺ പോലെ തന്നെ ആവും അത്. ഓക്കെ, അപ്പൊ ഞാൻ മുന്നേ പറയാം നിങ്ങളോട്, നിങ്ങൾ ഇത് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ഒരു പ്രാവശ്യം ജസ്റ്റ് പാച്ച് ടെസ്റ്റ് നടത്തണം. കാരണം നിങ്ങളുടെ ആ സ്കിൻ ടോണുമായിട്ട് മാച്ച്ഡ് ആണോ, നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആണോ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു കംപ്ലീറ്റ് സെക്ഷൻ എടുക്കാൻ പാടുള്ളൂ. എന്റെ ഒരു സജഷൻ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി നാച്ചുറൽ ലിങ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നിട്ട് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇച്ചിരി പെയിൻ ഉണ്ടാവും. സാധാരണ ടാറ്റു അടിക്കുന്ന അതേ പെയിൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് നടത്തണം. പിന്നെ പറയാനുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളത്, അത് ഏത് ടാറ്റു അടിക്കുന്നതാണെങ്കിലും ആൽക്കഹോൾ, ഡ്രഗ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരില്ല. പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഡിഫറെന്റ് വേരിയേഷൻസ് കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ സ്കിൻ ടോണിൽ തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് ആ ഒരു സ്കിന്നിന്റെ ടോൺ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു ടോണിലും ഇച്ചിരി എന്താ പറയുക ഹയർ ടോണാണ് നമ്മൾ എടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഹീലിംഗിൽ നമ്മളുടെ അതേ സ്കിൻ ടോണിലൂടെ എത്താൻ വേണ്ടിയിട്ട് ഇച്ചിരി ഹയർ ടോണാണ് ഞാനൊക്കെ എടുക്കാറ്. അപ്പോൾ ഈ കാര്യം ഇത് വന്നിട്ട് നിങ്ങൾക്ക് വിറ്റിലിഗോന്റെ ട്രീറ്റ്മെന്റ്, ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് നടത്തുന്ന പോലെ തന്നെ ഹെയർ കൊഴിയുന്ന അങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി നാച്ചുറൽ ലിങ്കാണ്, ധൈര്യത്തിൽ വരാം. അപ്പൊ ഞാൻ അതിന് മുന്നേ പറയുന്നത് നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക. കാരണം സ്കിന്നിന്റെ അതേ ടോൺ ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രീവിയസ് വീഡിയോയിലുണ്ട്, ഫിംഗറിലൊന്നും ചില ആൾക്കാർക്ക് ഇങ്ക് നിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഫിംഗറിലും പാച്ച് ടെസ്റ്റ് നടത്തുക. ഇങ്ക് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫിംഗർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെയാണ് മെയിൻ പോർഷൻ വെച്ചാൽ അവിടെ ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എന്താ പറയണ്ട വിറ്റ്ലിഗോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല വൈറ്റ് സ്കിൻ ടോൺ ആയിരിക്കും. അവിടെ നല്ല ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ വിറ്റ്ലിഗോ ഉള്ള ആൾക്കാർ എല്ലാരും അടിച്ചു കയറി വാ. ഓക്കെ, ബൈ.